Students, in this video we are discussing about the topic name address resolution. The process of mapping a name to address and vice versa is called as name address resolution. അതായത് നെയിമിൽ നിന്ന് നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു നെയിമിനെ അഡ്രസ്സിലേക്കും തിരിച്ച് ഇപ്പോൾ നമ്മളൊരു ഐ പി അഡ്രസ്സാണ് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ പർട്ടിക്കുലർ അതിനോട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈറ്റ് അഡ്രസ്സ് നമുക്ക് കിട്ടണം. അതുപോലെ നമ്മളൊരു സൈറ്റ് അഡ്രസ്സാണ് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ഐ പി അഡ്രസ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അങ്ങനെ മാപ്പിംഗ് ചെയ്യുന്ന ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് നെയിം അഡ്രസ് റെസൊല്യൂഷൻ. വാട്ട് ഈസ് റിസോൾവർ ഇൻ DNS? DNS ആപ്ലിക്കേഷൻ ഈസ് ബേസ്ഡ് അപ്പോൺ ദി ക്ലയൻറ്റ് സെർവർ മോഡൽ. നമ്മൾ പറഞ്ഞു DNS എന്ന് വെച്ചാൽ ഡൊമൈൻ നെയിം സിസ്റ്റം എന്ന് പറയുന്നത് ക്ലയൻറ്റ് സെർവർ മോഡൽസ് ആണ്. സോ ടു മാപ്പ് എനി നെയിം ടു അഡ്രസ് ഓർ വൈസ് വേഴ്സ ഇൻ DNS ഇറ്റ് വിൽ കോൾഡ് എ DNS ക്ലയൻറ്റ് നെയിംഡ് ആസ് റിസോൾവർ. അപ്പോൾ ഇങ്ങനെയുള്ള ക്ലയൻറ്റ് സെർവർ മോഡൽസ് ആയതുകൊണ്ട് തന്നെ ഈ DNSൽ ഈ മാപ്പിംഗ് പ്രോസസ്സ് നടക്കുന്നുണ്ട്. അതായത് നെയിം ടു അഡ്രസ്സ് തിരിച്ച് അഡ്രസ് ടു നെയിം മാപ്പിംഗ് പ്രോസസ്സ് ഈ DNSൽ നടക്കുന്നുണ്ട്. നെയിം അഡ്രസ് റെസൊല്യൂഷൻ പ്രോസസ്സ് ഈ DNSൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ആണ് ഈ DNS ക്ലയൻറ്റിന് പറയുന്ന ഒരു പേരാണ് റിസോൾവർ എന്നാണ് പറയുന്നത്. ദി റിസോൾവർ ദെൻ സെൻഡ് എ മാപ്പിംഗ് റിക്വസ്റ്റ് ടു ക്ലോസസ്റ്റ് DNS സെർവർ ആൻഡ് ആക്സസ് ഇറ്റ്സ് സ്റ്റോറേജ്. അപ്പോൾ ഇവർ ചെയ്യുന്നത് എന്നാന്ന് വെച്ചാൽ ഈ DNS റിസോൾവർ ഈ മാപ്പിംഗ് റിക്വസ്റ്റ് മേ ബി അത് നെയിം ടു IP അഡ്രസ് ആകാം, അല്ലെങ്കിൽ IP അഡ്രസ് ടു നെയിം ആകാം. ആ ഒരു മാപ്പിംഗ് റിക്വസ്റ്റ് തൊട്ടടുത്ത DNS സെർവറിലേക്ക് സെൻഡ് ചെയ്യുകയും ആ DNS സെർവറിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻഫർമേഷൻസിൽ നിന്നും ആ ഒരു പർട്ടിക്കുലർ മാപ്പിംഗ് പ്രോസസ്സ് നടക്കുകയും ചെയ്യുന്നു. ഇഫ് ദിസ് റിക്വസ്റ്റ് സെർവർ ഡു നോട്ട് ഹാവ് ദി ഇൻഫർമേഷൻ ദെൻ ഇറ്റ് വിൽ റെഫർ ദി റിസോൾവർ ടു അതർ സെർവർ. അപ്പോൾ തൊട്ടടുത്ത DNS സെർവറിൽ ആ പർട്ടിക്കുലർ നെയിമിൻ്റെ കറസ്പോണ്ടിങ് മാപ്പിംഗ് അഡ്രസ് അവിടെ ഇല്ല, IP അഡ്രസ്സ് അവിടെ ഇല്ല എങ്കിൽ എന്താ ചെയ്യുക, മറ്റൊരു DNS സെർവറിലേക്ക് ഈ റിസോൾവർ ഈ ഒരു റിക്വസ്റ്റ് സെൻഡ് ചെയ്യുന്നു. എന്നിട്ട് എന്താ ചെയ്യുന്നത്, ആസ്ക് അനദർ ടു സെർവർ ടു ഫർണിഷ് റിക്വയർഡ് ഇൻഫർമേഷൻസ്. അപ്പം തൊട്ടടുത്തതിലേക്ക് സെൻഡ് ചെയ്യുന്നു. ഇനി അവിടെയും ഇല്ലെങ്കിൽ ഈ DNS റിസോൾവർ തൊട്ടടുത്ത DNS സെർവറിലേക്കും ഈ ഒരു റിക്വസ്റ്റ് സെൻഡ് ചെയ്യുന്നു. എന്നിട്ട് ഫൈനലി ഫൈൻഡ് ഔട്ട് ദ മാപ്പിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നു. ദിസ് ഇൻ ദി എൻഡ് എ റിസോൾവർ റിസോൾവ് എ മാപ്പിംഗ് ഫ്രം സം സോഴ്സ് ആൻഡ് ദെൻ ഇറ്റ് ചെക്ക് ഫോർ എറർ ആൻഡ് ഈ ഫൗണ്ട് എറർ ഫ്രീ ഇറ്റ് ഡെലിവർ ദി മാപ്പിംഗ് ടു ദി റിക്വസ്റ്റിംഗ് പ്രോസസ്സ്. അപ്പോൾ ഇങ്ങനെ സെൻഡ് ചെയ്യുന്ന ഈ റിക്വസ്റ്റിന് ഏതെങ്കിലും ഒരു DNS സെർവറിൽ നിന്നും റെസ്പോൺസ് വരികയും അതിൽ എറർ ഒന്നുമില്ല, അത് കറക്റ്റായിട്ടുള്ള ഒരു ഇതാണ് എങ്കിൽ റിക്വസ്റ്റ് ചെയ്ത ആ ഒരു മാപ്പിംഗ് പ്രോസസ്സിൻ്റെ കംപ്ലീഷൻ അവിടെ നടക്കുകയും ചെയ്യുന്നു. മാപ്പിംഗ് നെയിം ടു അഡ്രസ്. ഫസ്റ്റ്ലി ദി റിസോൾവർ ഗീവ്സ് ദി നെയിം ഓഫ് ദി കോസ്റ്റ് ടു സെർവർ ആൻഡ് റിക്വസ്റ്റ് ഫോർ ദി കറസ്പോണ്ടിങ് IP അഡ്രസ്. ഇനി എങ്ങനെയാണ് രണ്ട് ടൈപ്പ് മാപ്പിംഗ് നടക്കുന്നതെന്ന് പറഞ്ഞു, നെയിം ടു അഡ്രസ്സും അഡ്രസ് ടു നെയിമും. നെയിം ടു അഡ്രസ് മാപ്പിംഗ് നടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഈ ഹോസ്റ്റ് സെൻഡ് ചെയ്യുന്നു, റിസോൾവർ സെൻഡ് ചെയ്യുന്നു ഈ പർട്ടിക്കുലർ ഹോസ്റ്റിൻ്റെ നെയിം ടു എ സെർവർ, ഒരു DNS സെർവറിലേക്ക് സെൻഡ് ചെയ്യുന്നു. എന്നിട്ട് എന്താ പറയുക, റിക്വസ്റ്റ് ചെയ്യുന്നു കറസ്പോണ്ടിങ് IP അഡ്രസ്സ്. ദി സെർവർ ദെൻ ചെക്ക് ദി ജനറിക് ഓർ കൺട്രി ഡൊമൈൻ ടു ഗെറ്റ് ദി റിക്വയർഡ് അഡ്രസ്സ്. അപ്പോൾ ഈ സെർവർ ചെക്ക് ചെയ്യുന്ന ജനറിക് ഡൊമൈൻ അല്ലെങ്കിൽ കൺട്രി ഡൊമൈനിൽ ഈ ഒരു സെർവർ ചെക്ക് ചെയ്യുന്നു. എന്നിട്ട് റിക്വയർഡ് അഡ്രസ്സ് ഉണ്ടോ ഇല്ലയെന്ന്. If the local DNS server do not have an answer, then it will refer to the result to other server. അപ്പോൾ ആ പർട്ടിക്കുലർ DNS സെർവറിൽ ആ ഒരു ഇൻഫർമേഷൻ ഇല്ല എങ്കിൽ അടുത്തുള്ള ഒരു സെർവറിലേക്ക് ഈ റിസോൾവേഴ്സ് ഈ റിക്വസ്റ്റ് സെൻഡ് ചെയ്യുന്നു. ദി സെയിം മെത്തേഡ് വിൽ ബി ഫോളോഡ് ഫോർ ദി നെയിം ഫ്രം ദി കൺട്രി ഡൊമൈൻ. ഇതേ ഒരു ഇതല്ല. അപ്പോൾ ഇവിടെ നോക്കുക, ട്രീ മോഡലാണ്. ഏറ്റവും താഴെ നിന്നും റൂട്ടിലേക്ക്, ദെൻ അവിടെ നിന്നും ഇപ്പം EDU .edu എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ അല്ലേ. അപ്പോൾ EDU എന്ന് പറയുന്ന ആ ഒരു ഡൊമൈൻ നെയിം ആ ഒരു റൂട്ട് സെർവറിൽ ചെക്ക് ചെയ്യുന്നു. അവിടെയും ഇല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് മേളിലത്തുള്ള നോഡിലേക്ക് പോകുന്നു. ദെൻ അവിടെയും ഇല്ലെങ്കിൽ മെയിൻ റൂട്ട് നോഡിലേക്ക് പോയി നോക്കുക. അപ്പോൾ ആ ഒരു ട്രീ മോഡലാണ് ഈ ഒരു ഫ്ലോ നടക്കുന്നതെന്ന് ഓർക്കുക. ഓക്കെ, അടുത്തതാണ് മാപ്പിംഗ് അഡ്രസ് ടു നെയിംസ്. നൗ എ ക്ലയൻറ്റ് സെൻഡ് ആൻ IP അഡ്രസ് ടു എ സെർവർ ആൻഡ് റിക്വസ്റ്റ് ഫോർ ഇറ്റ്സ് നെയിം. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത്, IP അഡ്രസ്സാണ് സെൻഡ് ചെയ്യുന്നത്. എന്നിട്ട് പറയുകയാണ് നെയിം ഉണ്ടോ ഇല്ലയോ എന്ന്. ദിസ് ടൈപ്പ് ഓഫ് ക്വറി ഈസ് കോൾഡ് ആൻഡ് PTR, പോയിൻറ്റർ ക്വറി. ഈ ടൈപ്പ് ക്വറി എന്ന് പറയുന്ന പേരാണ് PTR അല്ലെങ്കിൽ പോയിൻറ്റർ ക്വറി എന്ന് പറയുന്നു. ടു ആൻസർ ക്വറീസ് ഓഫ് ദിസ് കൈൻഡ് DNS യൂസ് ദി ഇൻവേഴ്സ് ഡൊമൈൻ. ഈ കേസിൽ അവിടെ DNS യൂസ് ചെയ്യുന്നത് ഇൻവേഴ്സ് ഡൊമൈൻ ആണ്. ഹൗവർ ഇൻ ദി റിക്വസ്റ്റ് ദി IP അഡ്രസ് ഈസ് റിസർവ്ഡ് and the two labels in
address and ARPA are append to create a domain acceptable by the inverse domain sections. അപ്പോൾ ഒരു കാര്യം ഓർക്കുക, മാപ്പിംഗ് നെയിം ടു അഡ്രസ്സിൻ്റെ അകത്ത് ജനറിക് അല്ലെങ്കിൽ കൺട്രി ഡൊമൈൻ റിക്വയർഡ് ഇൻഫർമേഷൻസ് ആണ് സെർച്ച് ചെയ്യുന്നതെങ്കിൽ ഈ മാപ്പിംഗ് അഡ്രസ്സിൽ എന്താ ചെയ്യുക, ഇൻവേഴ്സ് ഡൊമൈൻ പ്രോസസ്സാണ് ഇവിടെ നടക്കുക. ഫോർ എക്സാമ്പിൾ, ഇഫ് എ റിസോൾവ് IP address 132.34.45.121, the resolver first invert the address and then add the two labels before sending. The domain name sent is 121.45.34.in-adar.arpa, which is received by the local DNS and resolved. അപ്പോൾ ഇവിടെ നോക്കാം, ഇൻവേഴ്സ് ഡൊമൈൻ നമ്മൾ കണ്ടായിരുന്നു. ഇതാണ് ഇൻവേഴ്സ് ഡൊമൈൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒറിജിനൽ മെസ്സേജ് എങ്ങനെയാണ് 132.34.45.121, അതാണ് ശരിക്കുള്ള അഡ്രസ്സ്. പക്ഷേ ഇവിടെ സെർച്ചിങ് പ്രോസസ്സ് നടക്കുമ്പം എങ്ങനെയാണ് വരിക, നേരെ ഇൻവേഴ്സ് തിരിച്ചാണ് 121.45.132.in-adr.arpa. അപ്പോൾ ഈ ഒരു ഇതിലായിരിക്കും സെർച്ച് നടക്കുന്നത്. ഇൻവേഴ്സ് ഡൊമൈൻ ആയിട്ടായിരിക്കും നടക്കുക. മറ്റേതെന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, മറ്റേത് ഇത് നോക്കുക, എന്താണ്, ആദ്യമേ റൂട്ട് ലെവൽ, അതിൻ്റെ അകത്ത് സബ് ഉണ്ടാകും, അതായത് ഫസ്റ്റ് ലെവൽ ഡൊമൈൻസ് ഉണ്ടാകും, അതിൽ നിന്നും എന്താ വരിക, അഗെയിൻ സെക്കൻഡ് ലെവൽ ഡൊമൈൻസ് വരും. അപ്പോൾ ഈ ഒരു കൺട്രി ഡൊമൈനും ദെൻ കൺട്രി ഡൊമൈൻ ആൻഡ് എന്തായിരുന്നു ജനറിക് ഡൊമൈൻ പ്രോസസ്സാണ് എവിടെ നടക്കുന്നത്, നമ്മുടെ മാപ്പിംഗ് അഡ്രസ് ടു IP അഡ്രസ്സിലേക്ക് വരുന്നത്, അഡ്രസ് ടു നെയിംസിലേക്ക് വരുന്നത്. ദെൻ അഡ്രസ് നെയിം ടു അഡ്രസ്സിൽ വരുന്നത്, മാപ്പിംഗ് അഡ്രസ് ടു നെയിംസിൽ വരുന്നത് ഇൻവേഴ്സ് ഡൊമൈൻ പ്രോസസ്സ് ആയിരിക്കും. ഇനി റിക്കർസീവ് resolution. The client resolver can simply ask for a recursive answer from a name server. This means that the resolver accepts the server to supply the final answer. If the server is the authority for the domain name, it then check its database and response. അപ്പോൾ ക്ലയൻറ്റ് അല്ലെങ്കിൽ ഈ DNS റിസോൾവർ എന്തെങ്കിലും ഒരു കൊറി, ഇപ്പോൾ ഒരു വെബ്സൈറ്റ് നമ്മൾ സെർച്ച് ചെയ്യണം, സെർച്ച് ചെയ്താൽ ഉടനെ തന്നെ അതിൻ്റെ ഒരു റെസ്പോൺസ് നമുക്ക് കിട്ടണം, അല്ലേ? അപ്പോൾ ഇഫ് ദി സെർവർ ഈസ് ദി അതോറിറ്റി ഓഫ് ദി ഡൊമൈൻ നെയിം, ഇഫ് ദെൻ ചെക്ക് ഇറ്റ്സ് ഡാറ്റാബേസ് ആൻഡ് റെസ്പോൺസ്. അപ്പോൾ ഇവിടെ നിന്നാണ് ഈ ഒരു ഇൻഫർമേഷൻസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്, ഒരു സെർവറിൻ്റെ ഡാറ്റാബേസിലായിരിക്കും. ഒറ്റ സെർവറല്ല, മോർ ദാൻ 1 DNS സെർവറുണ്ട്. ആ DNS സെർവറിൻ്റെ ഡാറ്റാബേസിലായിരിക്കും ഈ ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ക്ലയൻറ്റിൻ്റെ റിക്വസ്റ്റിനനുസരിച്ച് ഈ ഡാറ്റാബേസിൽ നിന്നും ഇൻഫർമേഷൻസ് നമുക്ക് റിട്രീവ് ചെയ്യുന്നു. ഇഫ് ദി സെർവർ ഈസ് നോട്ട് ദി അതോറിറ്റി, അപ്പോൾ നമ്മൾ പറയുകയാണ് ഒരുപാട് സെർവേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു, അപ്പോൾ ഏത് സെർവറാണോ അതാണ് അതോറിറ്റി എന്ന് പറയുന്നത്, അല്ലേ? ആ അതോറിറ്റി സെർവറിൻ്റെ കീഴിൽ കീപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡാറ്റാബേസിൽ നിന്നാണ് നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത്. ഇഫ് ദി സെർവർ ഈസ് നോട്ട് ദി അതോറിറ്റി ദെൻ ഇറ്റ് സെൻഡ് ദി റിക്വസ്റ്റ് ടു അനദർ സെർവർ. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ സെർവർ DNS സെർവറിൽ സെർച്ച് ചെയ്തു, ആ ഒരു അവരുടെ ഡാറ്റാബേസിൽ ആ ഒരു ഇൻഫർമേഷൻ ഇല്ല എങ്കിൽ ആ DNS സെർവർ അതോറിറ്റി ആകുമോ? ഇല്ല. ആ റിക്വസ്റ്റ് തൊട്ടടുത്ത DNS സെർവറിലേക്ക് മൂവ് ചെയ്യും. ദെൻ ആ DNS സെർവറിൽ നിന്നും അവരുടെ ഡാറ്റാബേസിൽ നിന്ന് നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ DNS സെർവറിനെ നമ്മൾ അതോറിറ്റി എന്ന് പറയുന്നു, അല്ലേ? and wait for its response. If the parent is the authority, it responds, and otherwise it send the query to yet another server. അപ്പോൾ ഇവിടെ നിന്നും നമുക്കൊരു ഒരു ഫിഗർ റെപ്രസെൻറ്റേഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുക, ആദ്യമേ ക്ലൈൻറ്റ് 1 എന്ന് കണ്ടോ, ക്ലൈൻറ്റ് ഒരു ഹോസ്റ്റ് കാണിക്കുക, ഒരു കമ്പ്യൂട്ടർ കാണിക്കുന്നുണ്ട്. ആ കമ്പ്യൂട്ടറിൽ നിന്നും ക്ലൈൻറ്റ് fh.edu എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ഏതോ ഒരു വെബ്സൈറ്റ് അവർ സെർച്ച് ചെയ്യുകയാണ്. ഓക്കെ, അപ്പം mguniversity.fh.edu എന്ന് പറഞ്ഞ് കൊടുക്കുന്നു വിചാരിക്കുക. അപ്പോൾ അവർ ആദ്യം ചെയ്യുന്നത് ഈ തൊട്ടടുത്ത സെർവറിലേക്ക് fh.edu എന്ന് പറയുന്ന ഡൊമൈൻ നെയിം സെർച്ചിങ് നടക്കുകയാണ്. അപ്പോൾ ഈ ഡൊമൈൻ നെയിം സെർച്ചിങ് നടന്നു കഴിഞ്ഞതിന് ശേഷം അവർക്ക് അവിടെ നിന്ന് ഇൻഫർമേഷൻ കിട്ടിയില്ല എങ്കിൽ തൊട്ടടുത്ത സെർവറിലേക്ക് വീണ്ടും അവരുടെ റിക്വസ്റ്റ് പോകുന്നു. ദെൻ അവിടെ നിന്നും വീണ്ടും വേറൊരു സെർവറിലേക്ക് പോകുന്നു. ദെൻ തിരിച്ച് ആ ഒരു ക്ലയൻറ്റിൻ്റെ റിക്വസ്റ്റിനുള്ള റെസ്പോൺസ് മൂന്നാമത്തെ സെർവറിൽ നിന്നാണ് അവർക്ക് കിട്ടിയത്. ആ മൂന്നാമത്തെ സെർവറിൽ നിന്നും അവിടെ നിന്നൊരു റെസ്പോൺസ് മുമ്പുണ്ടായിരുന്ന EDU സെർവറിലേക്ക് വരുന്നു. ദെൻ EDU സെർവറിൽ നിന്നും അവിടുത്തെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് തൊട്ടടുത്ത fh.edu എന്ന് പറയുന്ന സെർവറിലേക്ക് വരുന്നു. ദെൻ അവിടെ നിന്നും ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് ക്ലയൻറ്റിനേക്ക് ഡിസ്പ്ലേ കൊടുക്കുന്നു. അപ്പോൾ ഈ ഒരു ഫിഗർ റെപ്രസെൻറ്റേഷൻ ഇതാണ് കാണിക്കുന്നത്. ദെൻ ഐട്രേറ്റീവ് റെസൊല്യൂഷൻ.
In this, if the server has the authority for the name, then it will send the answer. But if it would not have the answer, then it will send the client the IP address of the server that hold the answer to the query. If the newly addressed server can able to resolve the problem, it answer the query with the IP address. Otherwise, it will return the IP address of a new server to the client. Now, the client must repeat the query subsequently to the third server. This process is called iterative resolution. ഇവിടെ ഒരു ഐട്രേറ്റീവ്, ഒരു ലൂപ്പിംഗ് ആയിട്ടുള്ള പ്രോസസ്സാണ് നടക്കുന്നത്. ഇപ്പോൾ ലൂപ്പിംഗ് പ്രോസസ്സിൽ നടക്കുന്ന നോക്കാം. ക്ലയൻറ്റ് ആദ്യമേ അവരുടെ സിസ്റ്റത്തിൽ നിന്നും ഒരു റിക്വസ്റ്റ് കൊടുത്തു. ആ റിക്വസ്റ്റ് കൊടുത്തിട്ട് തിരിച്ച് എന്താണ് IP അഡ്രസ്സ്. അപ്പോൾ ഇവിടെ നോക്കുക, ഇഫ് ദി സെർവർ ഹാസ് ദി അതോറിറ്റി ഓഫ് ദി നെയിം ദെൻ ഇറ്റ് വിൽ സെൻഡ് ദി ആൻസർ. ബട്ട് ഇഫ് ഇറ്റ് വുഡ് നോട്ട് ഹാവ് ദി ആൻസർ ദെൻ ഇറ്റ് വിൽ സെൻഡ് ദി ക്ലയൻറ്റ് ദി IP അഡ്രസ് ഓഫ് ദി സെർവർ ദാറ്റ് ഹോൾഡ് ദി ആൻസർ ടു ദി ക്വറി. അപ്പോൾ ക്ലയൻറ്റ് ആദ്യമേ അവരുടെ സിസ്റ്റത്തിൽ നിന്ന് ഒരു റിക്വസ്റ്റ് കൊടുത്തു. അപ്പം ഇവർ നേരിട്ട് പോയത് FHDA.edu എന്ന് പറയുന്ന സെർവറിലായിരിക്കുമായിരുന്നു ആ റിക്വസ്റ്റ് കൊടുത്തത്. അപ്പം ആ ഒരു ഇവരുടെ ക്ലയൻറ്റിൻ്റെ റിക്വസ്റ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആ ഒരു സെർവറിലില്ല എങ്കിൽ തിരിച്ചവിടെ നിന്നും ഈ FHDA.edu എന്ന് പറയുന്ന സെർവർ ഇവർ ചോദിച്ച ആ ഒരു റിക്വസ്റ്റിൻ്റെ ആൻസർ കാണാൻ സാധ്യതയുള്ള മറ്റൊരു DNS സെർവറിൻ്റെ IP അഡ്രസ്സ് തിരിച്ച് റെസ്പോൺസായിട്ട് നൽകുന്നു. ദെൻ വീണ്ടും എന്താ ചെയ്യുക, ക്ലയൻറ്റ് ആ ഒരു റെസ്പോൺസ് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം അവരവിടെ നിന്നും ആ റിക്വസ്റ്റ് ഏത് IP അഡ്രസ്സാണോ FHDA.edu തന്നത് ആ IP അഡ്രസ്സിലേക്ക് ഇവരുടെ റിക്വസ്റ്റ് അയക്കുന്നു, ക്വറി അയക്കുന്നു. ദെൻ EDUയിൽ നിന്നും റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഇല്ല എങ്കിൽ അവരവിടെ നിന്നും അവർക്കറിയാവുന്ന മറ്റൊരു DNS സെർവറിൻ്റെ IP അഡ്രസ്സ് ക്ലയൻറ്റിന് കൊടുക്കുന്നു. എഗെയിൻ ക്ലയൻറ്റ് ആ റെസ്പോൺസ് വന്ന IP അഡ്രസ്സിലേക്ക് റിക്വസ്റ്റ് കൊടുക്കുന്നു. തിരിച്ചവിടുന്ന് ക്ലയൻറ്റിന് ആ റൂട്ട് സെർവറിൽ നിന്നും ഇന്ന സെർവറിൽ നിങ്ങളുടെ പർട്ടിക്കുലർ ക്വറിയുടെ ആൻസർ ഉണ്ട് എന്നുള്ളത് പോലെ ആ ഒരു IP അഡ്രസ്സ് ക്ലയൻറ്റിന് കൊടുക്കുന്നു. എഗെയിൻ ക്ലയൻറ്റ് അവിടെ നിന്നും പർട്ടിക്കുലർ സെർവറിലേക്ക് റിക്വസ്റ്റ് കൊടുക്കുന്നു. തിരിച്ചവിടെ നിന്നും ഒരു IP അഡ്രസ്സ് തിരികെ വരുന്നു. ദെൻ അങ്ങനെ ഈ ഒരു പ്രോസസ്സ് അണ്ടിൽ ആ ഒരു ക്വറിയുടെ ആൻസർ കംപ്ലീറ്റ് ആകുന്നോടം വരെ ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റായിട്ട് നടന്നുകൊണ്ടിരിക്കും. സോ ഇറ്റ് ഈസ് നോൺ ആസ് ഐട്രേറ്റീവ് റെസൊല്യൂഷൻസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകത ഇതാണ്. മറ്റൊരു കേസിൽ, ആദ്യത്തെ കേസിൽ എങ്ങനെയായിരുന്നു? ആദ്യത്തെ കേസിൽ റിക്കേഴ്സീവിൻ്റെ അകത്താണെങ്കിൽ ഒരു ക്ലയൻറ്റ് സെൻഡ് ചെയ്യുന്ന മെസ്സേജ് തൊട്ടടുത്ത DNS സെർവറിലെത്തുന്നു. അവിടെ നിന്നും ആ സെർവർ അവിടെ നിന്നും അടുത്ത ഒരു സെർവറിലേക്കാണ് റിക്വസ്റ്റ് ഫോർവേഡ് ചെയ്യുന്നത്. ദെൻ എഗെയിൻ ആ സെർവർ മറ്റൊരു സെർവറിലേക്ക് റിക്വസ്റ്റ് ഫോർവേഡ് ചെയ്യുന്നു. ഫൈനൽ ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ ക്ലയൻറ്റിൽ ആൻസർ എത്തിച്ചേരുന്നു. പക്ഷേ ഇവിടെ ഐട്രേറ്റീവാണ്. ക്ലയൻറ്റ് ഒരു റിക്വസ്റ്റ് DNS സെർവറിലേക്ക് കൊടുത്തു. അവിടെ നിന്ന് അവർ ആ ഒരു DNS സെർവറിലില്ല, ഇന്ന ഒരു സെർവറിലാണ് ഉള്ളത് എന്ന് പറഞ്ഞ് ഒരു IP അഡ്രസ്സ് ക്ലയൻറ്റിന് കൊടുക്കുന്നു. ക്ലയൻറ്റ് അഗെയിൻ ആ ഒരു റിക്വസ്റ്റ് പർട്ടിക്കുലർ IP അഡ്രസ്സിലേക്ക് കൊടുക്കുന്നു. തിരിച്ച് അവിടെ നിന്നും ഒരു റെസ്പോൺസ് വരുന്നു ആ ഒരു IP അഡ്രസ്സിലേക്ക് വീണ്ടും. ഇത് റിപ്പീറ്റായിട്ട് നടന്നുകൊണ്ടേ ഇരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഐട്രേറ്റീവ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. താങ്ക്